ഒരാളുടെ അനുഭവം കൊണ്ട് അയാൾ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ നമ്മളോട് വിശദീകരിക്കുമ്പോൾ വെറും കാഴ്ചപ്പാടുകൾ മാത്രം വെച്ച് ഒരെതിരെ അഭിപ്രായം ഒരിക്കലും അയാളോട് പറയാൻ നിൽക്കരുത്. ആരോടും പറയാൻ നിൽക്കരുത്. അങ്ങനെ പറയാൻ നിന്നാൽ അതിന്റെ ഫലം എന്താണ്? നിങ്ങൾ കോമാളിയാകും അവരുടെ മനസ്സിൽ. അത്ര തന്നെ അതിന്റെ ഫലം. അതുപോലെ തന്നെ വ്യക്തമായി കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യം, ഒരാളെ കുറിച്ചുള്ള കാര്യം, നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ലാത്ത ഒരു കാര്യം, അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണത്തെക്കാൾ നല്ല രീതിയിൽ ദോഷമാവാൻ തന്നെയാണ് സാധ്യത. പിന്നെ നമ്മൾ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നല്ല, സംസാരിക്കേണ്ട ഇടത്ത് സംസാരിക്കുക തന്നെ വേണം. മനുഷ്യന് ഒരിക്കലും തനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അസാധ്യമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സഹജീവികളുമായി സഹകരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒഴിവാക്കി നിർത്തണം എന്നല്ല അതിന്റെ അർത്ഥം. അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതിന്റെ അർത്ഥം അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരെയും അങ്ങ് ഒഴിവാക്കി നിർത്തണം എന്നല്ല, തീർച്ചയായിട്ടും കേൾക്കണം. സഹജീവികൾ നിങ്ങളോട് പറയുന്ന ഒരാളുടെ വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ഒരു ദിവസം ആരും കേൾക്കാത്ത ഒരു അവസ്ഥ നിങ്ങൾക്കും വരും ജീവിതത്തിൽ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ യുക്തിക്കനുസരിച്ച് എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക, അത്രേ ഉള്ളൂ ഇതിലെ കാര്യം. പിന്നെ ഇപ്പൊ പലർക്കും പറ്റാത്ത ഒരു കാര്യമാണ്, എനിക്കും പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക എന്നുള്ളതാണ്. അപ്പോ മാക്സിമം അതില് എന്താ പറയാ, അതായി വരുന്നു. നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയുക തന്നെ വേണം. ഇത് പലർക്കും ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഉൾപ്പെടെ. തന്റെ പ്രിയപ്പെട്ട ഒരാളോട് തന്നെ സഹായിക്കുന്ന ഒരാളോട് താൻ എങ്ങനെ നോ പറയൂ എന്ന ചിന്ത, അതിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം, യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയുക തന്നെ വേണം. അല്ലെങ്കിൽ ജീവിതം മൊത്തം പരാജയം നിറഞ്ഞതായിരിക്കും. നമ്മുടെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ചില അഭിപ്രായങ്ങൾ, ചില പ്രവർത്തികളോട് ചില അഭിപ്രായങ്ങളോട് എല്ലാവർക്കും, ഓരോ മനുഷ്യനും ഓരോ കാഴ്ചപ്പാടുകളായിരിക്കും ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് ചില പ്രവർത്തികളോട്, നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില പ്രവർത്തികളോട് നോ പറയുക തന്നെ വേണം. എന്നാൽ ഇങ്ങനെ ഒരാളെ തിരുത്താനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ആ പാതയിൽ വന്നിട്ടില്ല, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ആ പാതയിൽ വന്നിട്ടില്ല എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളെ നന്നാക്കാനായിട്ട് അവകാശമുള്ളൂ. അതിപ്പോ നോ പറയുന്നത് അത് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക തന്നെ വേണം. ഞാൻ ഇതുപോലെ നോ പറയേണ്ട സ്ഥലത്ത് പറയാതിരുന്നുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ നോ പറയേണ്ട സ്ഥലത്ത് പറയാതിരുന്നുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ലൈഫിലാണെങ്കിലും പലയിടത്തും. മനസ്സിലായില്ലേ? പ്രിയപ്പെട്ടതാണ്, പോട്ടെ എന്ന് വെച്ചിരിക്കുമ്പോൾ അവസാനം അത് അവർ നമുക്ക് തന്നെ താങ്ങിയിട്ടേ പോവുള്ളൂ. അത് അങ്ങനെയാണ്, ജീവിതം അങ്ങനെയാണ്, മനുഷ്യരും അങ്ങനെയാണ്. നോ പറയാ, ആദ്യം തന്നെ നോ പറഞ്ഞു വിട്ടാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ ഈ തെറ്റുകൾ സംഭവിക്കുക എന്ന് പറയുമ്പോൾ, ഈ തെറ്റുകൾ എന്നത് മനുഷ്യ ജീവിതത്തിൽ സർവ്വസാധാരണമായിട്ടുള്ള ഒന്നാണ്. എല്ലാ തെറ്റും ക്ഷമിക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തെറ്റും ക്ഷമിക്കേണ്ടതില്ല. അത് തെറ്റുകളുടെ രീതി അനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. തെറ്റുകൾ ക്ഷമിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ എല്ലാ തെറ്റുകളും ക്ഷമിക്കേണ്ടതല്ല. അത് തെറ്റുകൾ ഏത് തരം തെറ്റിന്റെ സ്വഭാവം അനുസരിച്ചാണോ തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഒരു നീതി വ്യവസ്ഥ നിയമത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എല്ലാ തെറ്റുകളും ക്ഷമിക്കാനാണെങ്കിൽ. നമ്മളത് സ്വീകരിച്ചാൽ പോലെ, സ്വീകരിച്ച് അവരോട് നമ്മൾ മാപ്പും ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിയമവ്യവസ്ഥയുടെ ആവശ്യമില്ലല്ലോ. ചെറിയ ചെറിയ തെറ്റുകൾ തന്നെയാണ് വലിയ വലിയ തെറ്റുകളിലേക്ക് നീങ്ങുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർ ചെയ്ത് ലാസ്റ്റ് വലിയ ഒരു ക്രിമിനലായി അവരങ്ങ് വളർന്നു വരും. മനസ്സിലായോ? ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമിച്ചു വിട്ട് സമൂഹത്തിന് തന്നെ നാശമായ ഒരു വലിയ തെറ്റുകൾ ചെയ്യുന്ന ഒരു വലിയ തലമുറകളെ തന്നെ അവർ സൃഷ്ടിക്കും. അപ്പോൾ തെറ്റുകളെല്ലാം ക്ഷമിക്കേണ്ടതല്ല. തീർച്ചയായിട്ടും തെറ്റുകൾ ക്ഷമിക്കേണ്ടതല്ല. ഇപ്പൊ എന്നോട് തന്നെ ഒരു ലേഡി കുറച്ച് മാസങ്ങൾ മുന്നേ ഒരു ചതി ചെയ്തു. അവരെന്നെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? വീണ്ടും അത് ഒരു തവണയൊന്നും അല്ല, 2-3 തവണകളായിട്ട് അവരെന്നെ പറ്റിക്കുകയാണ് ചെയ്തത്. അടുത്ത മാസങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു അവരെന്നെ ഒരു കാര്യത്തിന് അവരെന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ പ്രതികരിച്ചു. നിയമത്തെ പോലും ജയിലിൽ വരെ കിടക്കാൻ തയ്യാറായിട്ടുള്ള അവരെയൊക്കെ പിന്നെ എങ്ങനെ നന്നാക്കാനാണ്? ഞാൻ പ്രതികരിച്ചതാണോ തെറ്റ്? അവരൊക്കെ ഭാവിയിലെ നല്ല ഒരു സംഘമായിട്ട് വളർന്നു വരാനുള്ള ഭാവിയുണ്ട് അവർക്കൊക്കെ. നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ. എന്തിന് കൊടുക്കണം? ഞാൻ പിന്നെ കംപ്ലൈന്റ് കൊടുത്തില്ല. കാരണം കംപ്ലൈന്റ് കൊടുത്താലും കൊടുക്കണവര് തെറ്റുകാരാകും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നല്ല സൗകര്യമില്ല. അവരവരുടെ ജീവിതത്തിൽ വരുമ്പോഴേ അവരവരെ കൊണ്ട് പറ്റുന്ന പോലെ അങ്ങ് മാനേജ് ചെയ്താൽ മതി. കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അവിടെ സാഹചര്യം കൊണ്ട് അവൾ ചെയ്ത തെറ്റ്. സാഹചര്യം കൊണ്ട് തെറ്റ് പറ്റുന്നത് 1-2 തവണയാണ്, അല്ലാതെ വീണ്ടും ആവർത്തിച്ചു വരുന്നതല്ല സാഹചര്യം. ഒരു തവണ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റാത്തത് സാഹചര്യമായിരിക്കാം.
5 തവണ വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് അഹങ്കാരം എന്ന് പറയും. പച്ച മലയാളത്തിൽ തേപ്പെന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അതിനോട് ഞാൻ പ്രതികരിച്ചപ്പോൾ തന്നെ എന്തൊക്കെ കോലിളക്കങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഈ പറയണവരോട് ഒരു കാര്യമുള്ളൂ, സാഹചര്യം കൊണ്ടാണോ അവിടെ ഇത് എന്തുകൊണ്ടാണോ എന്നുള്ളത് അനുഭവിച്ചത് ഞാനല്ലേ. അപ്പൊ ഞാൻ തീരുമാനിച്ചോളാം. വെറും അനാവശ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാത്രം വെച്ചോണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് കോമാളി ആവാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ആരും. അത്രയേ ഉള്ളൂ പറയാൻ. ഇനി എങ്ങനെയുള്ള തെറ്റുകളോടാണ് നമ്മൾ പ്രതികരിക്കുന്നത്, നമ്മൾ നിയമസഹായം തേടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളോട് ഒരു തവണ ചെയ്യുന്നത് അറിയാതെ പറ്റിയ തെറ്റാണ്. ഒരാളോട് ഒരു തവണ നമ്മൾ ചെയ്യുന്നത് അറിയാതെ പറ്റിയ തെറ്റ് വീണ്ടും അയാൾ നിങ്ങളോട് ക്ഷമിച്ച് സഹകരിക്കുമ്പോൾ വീണ്ടും ആ തെറ്റ് പലതവണ അയാളോട് ആവർത്തിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ്. അത് നിങ്ങളത് മനഃപൂർവ്വം ചെയ്ത തെറ്റാണ്. ഒരിക്കലും അത് നിങ്ങളുടെ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റല്ല. അതിനെ നിങ്ങൾ എത്ര തന്നെ ന്യായീകരിച്ചാലും അത് മനഃപൂർവ്വം നിങ്ങൾ ചെയ്ത ഒരു തെറ്റാണ്. ഒരാളോട് വീണ്ടും വീണ്ടും ഒരേ രീതിയിൽ തന്നെ നിങ്ങൾ അയാളോട് ക്രൂരത ചെയ്യുന്നത് അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് അത് നിങ്ങൾക്ക് സംഭവിച്ച ഒരു തെറ്റാണ് എന്ന് നിങ്ങൾ പറയുന്നത്. അറിയാതെ സംഭവിച്ച ഒരു തെറ്റാണ് എന്റേത് എന്നുള്ളൊരു മറയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അയാളോട് ആ തെറ്റിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് കാണിച്ച സകലമായ തെറ്റുകളും ചെറുത് എല്ലാം അങ്ങ് ക്ഷമിച്ച് വരുമ്പോ ലാസ്റ്റ് ഒരു നല്ല രീതിയിലുള്ള ഒരു താങ്ങിയിട്ട് കൈ കഴുകി അങ്ങ് പോകുന്ന പല ടീമുകളുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ചെറിയ തെറ്റുകൾ തന്നെയാണ് വലുതായി വരുന്നത്. വിലങ്ങിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവനെടുക്കും. ജീവനും ജീവിതവും നശിപ്പിച്ചിട്ട് തന്നെ ആ തെറ്റ് പോവുള്ളൂ. അങ്ങനെ വീണ്ടും വീണ്ടും ക്ഷമിച്ചിട്ടും വീണ്ടും ഒരാളോട് അങ്ങനെ ചെയ്യുന്നതിന് എന്തായാലും ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും കാലചക്രത്തിന് മുന്നിൽ. പിന്നെ എപ്പോഴും ഓർമ്മിക്കേണ്ടത്, നിങ്ങൾ ഒരാളെ നന്നാക്കാനായിട്ട് പോകുമ്പോ നിങ്ങൾ നിങ്ങൾ ഏതൊരു ആരോപണമാണോ നിങ്ങൾ ഒരാളിലേക്ക് പറയുന്നത്, ആ ഒരു ആരോപണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ആ ഒരു തെറ്റായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നിട്ട് ലാസ്റ്റ് ഒരു അനിഷ്ടം ഉണ്ടാവുന്ന സമയത്ത് സ്വന്തമായിട്ട് ചെയ്ത വാക്കുകളൊക്കെ അങ്ങോട്ട് മറന്നിട്ട് നിങ്ങൾ അത്രയും നാൾ കൂടെ നിന്ന അയാളുടെ പ്രവർത്തികളെ മോശമായി ചിത്രീകരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ സപ്പോർട്ടായിട്ട് നിന്നിട്ട് അവർ ചെയ്യുന്ന സകല കന്നന്തിരിവിനും നിങ്ങൾ സപ്പോർട്ടായിട്ട് നിന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചെറിയൊരു അനിഷ്ടം ഉണ്ടാവുന്ന സമയത്ത് മറിച്ച് തിരിച്ച് കുത്തുന്നത്, രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന ആ സ്വഭാവം, അതാണ് ഏറ്റവും വലിയ തെറ്റ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് എത്ര സാധാരണക്കാരനിലാണെങ്കിലും അനാവശ്യമായിട്ടുള്ള ട്രിഗർ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ പ്രതികരിക്കും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അല്ലാതെ ഇതിലെ അഹങ്കാരി അങ്ങനെയുള്ള എന്റെ ഒന്നും ആവശ്യമില്ല. പ്രതികരിക്കുക എന്ന് പറയുന്നത് അത് അഹങ്കാരികൾ മാത്രമല്ല പ്രതികരിക്കുന്നത്, അത് എത്ര സാധാരണക്കാരാണെങ്കിലും പാവങ്ങളാണെങ്കിലും ഒക്കെ പ്രതികരിക്കും. അവനവന്റെ ജീവനും ജീവിതത്തിനും ഭീഷണിയായിട്ട് ഒരു സംഭവം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കും. ആ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതം ചിലപ്പോ നശിച്ചു പോകും. മനസ്സിലായില്ലേ? ഇനി നമ്മുടെ സമൂഹത്തില് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള അന്യായങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാല് അത് ഏത് സാഹചര്യത്തിലാണ് ചെയ്യുന്നത്, അതിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ പരിണിത ഫലങ്ങൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അത് എത്രത്തോളം ശക്തമായിട്ടുള്ളതാണെന്ന് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കുക തന്നെ വേണം. അതിന് ഞാനൊരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ഒരു പുരുഷനെ ഫോൺ വിളിച്ചു. ഇത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു സ്ത്രീ ഒരു പുരുഷനെ ഫോൺ വിളിച്ചു, അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേൾക്കുന്നവർക്ക് തെറ്റാണെന്ന് പറയും. അങ്ങനെ പറയുന്നവര് സത്യം പറഞ്ഞാല് ശുദ്ധ വിഡ്ഢികളാണ്. കാരണം ഒരു സ്ത്രീ ഒരു പുരുഷനെ ഫോൺ വിളിച്ചു, ഇത് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് അവൾ ഏത് സാഹചര്യത്തിൽ അവനെ വിളിച്ചു, എപ്പോൾ വിളിച്ചു, എന്ത് സംസാരിച്ചു, എത്ര തവണ വിളിക്കാറുണ്ട്, അങ്ങനെ അത് ആ ഫോൺ കോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ, അവളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ അവന്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ, ഭാവിയിലത്തേക്ക് വലിയ ഒരു അനിഷ്ടം ആ ഫോൺ കോളിന് ഉണ്ടാവുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് തെറ്റാണോ എന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യെസ് എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ വിഡ്ഢിത്തരാണ്. അങ്ങനെ പറയുന്നവർ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, പേ ബാധിച്ചു കഴിഞ്ഞ മനുഷ്യര് ധാരാളം ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. പേ പിടിച്ച മനുഷ്യര് ധാരാളം ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വെച്ച് എല്ലാവരും അതേ ഗണത്തിൽ വരണമെന്നില്ല. മനസ്സിലായില്ലേ? എല്ലാവരും ആ ഒരു ഗണത്തിൽ വരണമെന്നില്ല. മൃഗീയമായി ഓരോരോ വൃത്തികേടുകളും മൃഗീയമായി കുഞ്ഞുങ്ങളോട് പോലും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാവരെയും ഒരേ കണ്ണിലൂടെ കാണാൻ പറ്റുമോ? അവനത് ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാവരും ഒരേ കണ്ണിലൂടെ കാണരുത്. ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ കൈ പിടിക്കുന്നു,
തെറ്റാണോ? വേറൊരു രീതിയിൽ ചോദിക്കുകയാണ്, ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നു, തെറ്റാണോ? അപ്പൊ അതില് കുറെ പേര് വന്നിട്ട് പറയാം, വേണമെങ്കിൽ പറയാം അത് തെറ്റാണ്, 100% അത് തെറ്റാണ് എന്ന് പറയുന്ന നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാനുള്ള നിങ്ങളില്ല, നിങ്ങൾ ശുദ്ധ വിഡ്ഢികളാണെന്ന് ഞാൻ പറയും. കാരണം എന്തിനു പിടിച്ചു, കയ്യിൽ പിടിച്ചു എന്നുള്ളത് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. എന്തിനു പിടിച്ചു എന്നുള്ളത് എവിടെ പോയി? എന്തിനു പിടിച്ചു എന്നുള്ളത് എവിടെ പോയി? അപ്പൊ ഓർക്കേണ്ടത്, ഒരു പെണ്ണ്, അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ബാക്കി പറഞ്ഞുതരാം. ഒരു പെണ്ണ് തളർന്നു വീണപ്പോ വീഴാതിരിക്കാൻ ഒരു പുരുഷൻ അവളുടെ കൈകളിൽ പിടിച്ചു. മറ്റൊരു രീതിയിൽ ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ വേണ്ടി നിർബന്ധപൂർവ്വം ഒരു പുരുഷൻ അവളുടെ കൈകളിൽ പിടിച്ചു. ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാതെ അഭിപ്രായങ്ങൾ പറയാൻ നടക്കരുത്, മനസ്സിലായില്ലേ? വീഴാൻ പോയപ്പോൾ ഒരു സ്ത്രീയുടെ കയ്യിൽ പിടിച്ച കൈകളും നേരെ മറിച്ച് അവളെ നശിപ്പിക്കാൻ വേണ്ടി അവളുടെ കയ്യിൽ പിടിച്ച കൈകളും വ്യത്യാസമുണ്ട്. അപ്പം കോമൺ ആയിട്ട് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതമല്ലേ അങ്ങനെ നീണ്ട ഒരു വഴി പോലെ നമ്മുടെ ജീവിതം അങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ പഠിക്കുക, അനുഭവത്തിലൂടെ നിങ്ങൾ പഠിച്ച് മുന്നേറുമ്പോൾ, നിങ്ങൾ ഓരോരോ ഘട്ടങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ മറികടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് പലരുടെയും മുഖങ്ങൾ കടന്നു വരും. അങ്ങനെ പലരുടെയും മുഖങ്ങൾ എന്റെ മുന്നിലോട്ടും കടന്നു വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് പറ്റിയ തെറ്റുകൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതങ്ങനെയാണ്, ജീവിതം തന്നെ നമ്മൾ അത് പഠിപ്പിക്കും. അത് ആരും പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവില്ല. 100% നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾ അനുഭവത്തിലൂടെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആര് പറഞ്ഞു തന്നാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആരുടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ആ വൈരാഗ്യ ബുദ്ധിയോടെ നിങ്ങൾ സമൂഹത്തെ മുഴുവൻ നോക്കി കാണുമ്പോൾ നിങ്ങൾ വൻ പരാജയമാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ കോമാളിയാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എപ്പോ വേണമെങ്കിലും ഒരു ഒളിഞ്ഞിരുന്നുള്ള ഒരു ആക്രമണം നമ്മുടെ കൂടെ നിന്നുള്ളവർ തന്നെ തരാൻ സാധ്യതയുണ്ട്. അത് ഒരുപാട് തവണ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നതെന്ന് വെച്ചോ. കൂടെ നിന്ന് നല്ല രീതിയിലുള്ള താങ്ങ് തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്.